നിന്റെ മതവൂക്കിൽ അമിതമായ ഇസ്ലാം മതത്തെയാണ് നീ ട്രോളുന്നത്. ബാക്കിയുള്ളവർ ട്രോളാൻ പേടിയാണോ? ലൈക്കും ഷെയറും വ്യൂസും കുറയുമെന്ന് ഓർത്തിട്ടാണോ? എടാ നിനക്ക് പേടിയായിട്ടാണോ നീ ഫേക്ക് അക്കൗണ്ട് വന്ന് ഈ പെണ്ണിന്റെ അക്കൗണ്ട് വെച്ച് കമന്റ്? നിനക്ക് നാണമുണ്ടോ? നിനക്ക് അന്തസ്സം ഉണ്ടാക്കി നീ ഞാൻ വന്ന് സംസാരിക്കുന്നവരെ സംസാരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ലൈക്ക് ഷെയറും വ്യൂസും കുറവാണ്. എടാ ഏറ്റവും കുറവ് വ്യൂസ് എനിക്ക് കിട്ടുന്നത് മതസൗഹാർദ്ദ ഊക്കിലാണ്. ഇപ്പം തന്നെ ഒരു 10-14 റിയാക്ഷൻ സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ മതത്തെ ഈക്വലായിട്ട് ഊക്കാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അയച്ചു തന്നത് മുസ്ലിം വിഭാഗത്തിലുള്ള പെണ്ണുങ്ങൾ തന്നെ എനിക്ക് അയച്ചത്. ഇതൊന്ന് ഊക്ക് ജോക്കും പറഞ്ഞു എന്തുമാത്രം റീൽസാണ് അറിയപ്പെടുന്നത്. അപ്പം അത്രയും ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള പെൺകുട്ടികൾ അങ്ങനെ പറയേണ്ടി വരുന്ന ആ ഗതികേട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ജോക്കുമെങ്കിലും ഒന്ന് പറയണം, അങ്ങനെയെങ്കിലും കുറച്ച് പേർക്ക് തിരിച്ചറിവുണ്ടാകട്ടെ. അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അത്രയും ഗതികേട്, അതെന്തൊരു വല്ലാത്തൊരു ഗതികേടാ. രണ്ടാമത്തെ കാര്യം, പേടിയുള്ളത് കൊണ്ടാണോ അല്ലേ? ഇസ്ലാം മതത്തിന്റെ കാര്യങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യാനാണ് പലർക്കും പേടി. ജോസഫ് സാറിന്റെ കൈ വെട്ടിയതും അതുപോലെ തന്നെ മറ്റേ PF ലിസ്റ്റിൽ പേര് വരുന്നതും ഇതാണ് ഏറ്റവും പേടിയുള്ളത്. അതാണ്. എനിക്ക് അതിനെയും പേടിയില്ല, മനസ്സിലായോ? എൻ്റെ കയ്യോ കാലോ വെട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, മനസ്സിലായില്ലേ? അപ്പം ഇത് കേരളമാണ്, ഇറാനല്ല. അപ്പം കുറച്ചെങ്കിലും പ്രതികരിക്കാൻ പഠിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പാടാണ്. അപ്പം മോൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി ത്രികോണവും ട്രയാങ്കിളും മതസൗഹാർദ്ദവും ഒക്കെ കറക്റ്റായിട്ടിരുന്ന് കാണും. ഓക്കെ, 10-14 സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നീ അയച്ചത് ഞാൻ റിയാക്ട് ചെയ്യാം. അല്ലാണ്ട് ഇവിടെ പക്ഷാഭേദമൊന്നും ഇല്ല ഇവിടെ എനിക്ക്, കേട്ടോ. ഏതെങ്കിലും മതത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രൗഡായിട്ട് കൊണ്ട് നടക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ പണ്ട് സൺഡേ സ്കൂളിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു സൺഡേ സ്കൂളിൽ പോയ സമയത്ത് 2 കരാട്ട ക്ലാസ് പഠിച്ചിരുന്നെങ്കിൽ അത്രയും കൂടി എൻ്റെ ശരീരം ഹെൽത്തി ആയിട്ടിരുന്നേനെ. ഇപ്പോഴാണ് എനിക്ക് ഈ പ്രായത്തിലാണ് എനിക്കത് പോകാൻ പറ്റുന്നത്. അപ്പോൾ മോൻ ആദ്യം ഈ കൂട്ടിൽ നിന്നൊന്ന് പുറത്തു വാ, കേട്ടോ.